ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം. അരോമ മൂവീസ്, സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ 60-ലധികം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നായകനായ ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലായിരുന്നു അവസാനമായി അദ്ദേഹം അഭിനയിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ ചേരുകയാണ്. മഹേഷ്, അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഒരു വിലപ്പെട്ട സംഭാവനകൾ നൽകിയ സിനിമയ്ക്ക് നൽകിയ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മെ വിട്ടു പോയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. നിർമ്മാതാവ് മാത്രമല്ല, അദ്ദേഹം സംവിധാനവും ചെയ്തിട്ടുണ്ട്. അരോമ മണി തിരുവനന്തപുരത്തെ കുന്നുകുഴി വസതിയിലായിരുന്നു ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. അരോമ മൂവീസ്, സുനിത പ്രൊഡക്ഷൻസ് തുടങ്ങിയ ബാൻഡുകളിൽ 62 സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത്. 1977 റിലീസ് ചെയ്ത മധു നായകനായ ധീരസമീര യമുന തീരയായിരുന്നു അരോമ മണിയുടെ ആദ്യ സിനിമ. അദ്ദേഹം നിർമ്മിച്ച സിനിമകൾക്ക് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച നല്ല ദിവസം, ദൂരെ കൂടുകൂട്ടാൻ തുടങ്ങിയ ചിത്രങ്ങൾക്കായിരുന്നു അവാർഡ് കിട്ടിയത്. ഫഹദ് ഫാസിൽ നായകനായ ആർട്ടിസ്റ്റ് എന്ന സിനിമ അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ്. 5 സിനിമകൾ മാത്രമാണ് 62 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിലേക്ക് പ്രധാനപ്പെട്ട സംവിധായകന്മാരെല്ലാം തന്നെ പത്മരാജനും പി ചന്ദ്രകുമാറും സുബി മലയിലും കെ മധുവും ജോഷിയും ഷാജി കൈലാസും സുരേഷ് ബാബും ജി തമ്പി വിനയനും അടക്കമുള്ള ശ്യാമപ്രസാദും അടക്കമുള്ള നിരവധി സംവിധാന ചിത്രങ്ങളാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. ആതിര. ശരി മഹേഷ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാണോ? ഇല്ല, അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയുടെ ഞെട്ടിൽ തന്നെയാണ് സിനിമാ ലോകം. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം അറിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആതിര. ശരി മഹേഷ്, വിവരങ്ങൾ നൽകിയതിന് നന്ദി. ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണിയാണ് അന്തരിച്ചത്. തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു അന്ത്യം. വിവരങ്ങൾ നൽകിയത് മഹേഷ് ചന്ദ്രൻ.